ഗേസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പഞ്ചാബ് എഫ് സിയുടെ ഒരു സീസൺ റിവ്യൂ ആണ്. പഞ്ചാബ് എഫ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ സീസണിലാണ് അവർ ആദ്യമായിട്ട് ISLലേക്ക് പ്രൊമോട്ട് ചെയ്ത് എത്തുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സെയിം പരിശീലനാണ്, കുറേ അധികം വിദേശ താരങ്ങളൊക്കെ അടക്കം അവരുടെ പ്ലേയേഴ്സൊക്കെ ആയിട്ട് തന്നെയാണ് വന്നത്. അപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്തെങ്കിൽ കൂടി ഏറ്റവും അവസാനമൊക്കെ ആയിട്ട് നിന്നിരുന്നൊരു ടീമിന്, അതായത് എനിക്കൊന്ന് ഹൈദരാബാദ് എഫ് സിക്ക് തൊട്ട് മേലെ മാത്രമൊക്കെ ആയിരുന്നു നിന്നിരുന്നത്, പക്ഷേ അവർക്കൊരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ 8ാം സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ ഫിനിഷ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതായത് അവസാന ഘട്ടത്തിൽ അവരുടെ പ്രകടനം മാറി വന്നു. എസ്പെഷ്യലി സൂപ്പർ കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു കോമ്പിനേഷൻ, മാദി തലാൽ അല്ലെങ്കിൽ ഗില്ല്, ലൂക്ക മാച്ചൻ എന്നീ ആ ഒരു കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ആയതിനു ശേഷം, എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത് പാനോസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പരിശീലകൻ വിദേശ താരമായിട്ട് നോക്കുകയാണെങ്കിൽ ലൂക്കയെ മാത്രമാണ് നിലനിർത്തിയത്. മറ്റു ചില ഇന്ത്യൻ താരങ്ങൾ കൊഴിഞ്ഞു പോക്കും അതുപോലെ തന്നെ വരവുമൊക്കെ ഉണ്ടായി. ഈ സീസണിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ പഞ്ചാബ് എഫ് സി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ടോപ്പ് ഓഫ് ദി ടേബിളിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടീമാണ്. എസ്പെഷ്യലി BFC പഞ്ചാബ് എഫ് സി ആയിരുന്നു ആ സമയത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ മാറിയും കയറിയൊക്കെ വന്നിരുന്നെങ്കിൽ അവസാന സമയത്തുന്ന സമയത്ത് 10ാം സ്ഥാനത്തേക്ക് അവർ കൂപ്പുകുത്തി അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ പല മത്സരങ്ങളും അവർക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു എന്ന് പറയാം. പകരക്കാരെയൊക്കെ എത്തിക്കുന്നതിൽ അവർ മികവ് തന്നെ കാട്ടി എന്ന് പറയേണ്ടി വരും. കാരണം മാദി തലാൽ എന്ന് പറയുന്നൊരു അടിപൊളി താരം പോയതിന് ശേഷം പകരം കൊണ്ടുവന്ന വിദാലും നല്ല രീതിയിൽ തന്നെ ഇത്തവണ പഞ്ചാബിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഡിഫൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദിമിത്രിയോസ് എന്ന് പറയുന്ന നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വരെ ഇവാൻ നോവോസെലിച്ച് എന്ന് പറയുന്ന നല്ല ഡിഫൻഡർ തന്നെയാണ് എത്തിച്ചത്. അതുപോലെ തന്നെ ജുവാൻ മേറയ്ക്ക് പകരം എത്തിച്ച ഫിലിപ്പ് മെർച്ചിലിയാച്ച്, അദ്ദേഹവും നല്ലൊരു താരമാണ്. പിന്നെ മോശമെന്ന് പറയാൻ പറ്റുന്നത് ബക്കങ്കയെ കൊണ്ടുവന്നാണ് ഗില്ലിന് പകരം. ബക്കങ്ക അത്ര മികച്ച ഒരു പെർഫോമൻസ് അല്ല, മികച്ചെന്നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സീസണിലെ ഒരു ഏറ്റവും മോശം ഫോറിൻ സ്ട്രൈക്കർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ തരത്തിലുള്ള പ്രകടനമായിരുന്നു. വലിയ റെക്കോർഡ്സൊക്കെ അവകാശപ്പെടാണ്ടായിരുന്നു മുൻകാലങ്ങൾ, പക്ഷേ ഇവിടെ വന്നിട്ട് അദ്ദേഹം ഫെയിലിയറായി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും പഞ്ചാബ് എഫ് സിയുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചത് കഴിഞ്ഞ സീസണിൽ സംഭവിച്ച അതേ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഫോറിൻ ഗോൾ കീപ്പറെ കൊണ്ടുപോകുന്ന ഒരു അനാവശ്യമായിട്ടുള്ളൊരു സ്ലോട്ട് കളയുന്ന രീതിയാണ് എന്നുള്ളത്. ഇത്തവണ ആ മിസ്റ്റേക്ക് മാറ്റി ഗോൾ കീപ്പറെ വിദേശ താരത്തെ കൊണ്ടുവരുന്നില്ല, പക്ഷേ ഒരു സെൻറ്റർ ബാക്കിനെ മാത്രമായിട്ട് ഒതുക്കി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചാബിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്സ് ഒന്നുമില്ല. അപ്പം ഈ പറയുന്ന ഒരു യൂട്ടിലിറ്റി പ്ലെയർ പോലും ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവാൻ നോവോസെലിച്ച് കളിക്കാത്ത മത്സരങ്ങളിൽ അവർക്ക് ഇന്ത്യൻ ഡിഫൻസ് തന്നെ വെച്ച് കളിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൂക്ക മാച്ചിന് ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ബക്കങ്കയെ കളിപ്പിച്ചു, ആകപ്പാട് ഗോളും ഒന്നും അടിക്കാൻ പറ്റാത്ത പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവർക്ക് കുറേ പോയിന്റുകൾ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു സ്ക്വാഡ് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് പോലും ഇല്ല. ഇപ്പം കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നൊരു പ്ലെയർ നിഖിൽ പ്രഭുവാണ്. പക്ഷേ നിഖിൽ പ്രഭു പോലും പഞ്ചാബ് എഫ് സിയിൽ ISL കളിച്ച് സെറ്റായിട്ട് വന്നിട്ടുള്ള പ്ലെയറാണ്. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഒരു പരിധി വരെ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പം ഇതിൻ്റെ ഒരു മിക്സ് വളരെ വലിയൊരു ആവശ്യകതയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പഞ്ചാബ് എഫ് സിക്ക് ഈ സീസണിൽ ഇഞ്ചുറിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല യങ്സ്റ്റേഴ്സും വന്നു. യങ്സ്റ്റേഴ്സൊക്കെ പ്രോമിസിങ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്, അവർ കളിച്ചു ശരിയാണ്, പക്ഷേ അത് അവരെ ബാക്ക് ഫെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇഞ്ചുറി പ്രശ്നങ്ങൾ എന്നുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നെക്സ്റ്റ് സീസണിൽ പാനോസിന് അവസരം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം ഒരു മികച്ച പരിശീലകനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള 6 വിദേശ താരങ്ങളെ കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിനെ എത്തിച്ചതിന് ശേഷം എവിടെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത് അത് അടയ്ക്കുന്ന തരത്തിൽ, അല്ലാണ്ട് ഈ മുന്നേ തവണ സംഭവിച്ചിട്ടുള്ള പോലത്തെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ ഒരു 3-4 പൊസിഷനിലെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. യങ്സ്റ്റേഴ്സ് നല്ലതാണ്, പക്ഷേ എക്സ്പീരിയൻസ്ഡ് പ്ലസ് ഇന്ത്യൻ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് ടീമിന് അതൊരു ഗുണകരമായിട്ട് വരുന്നത് എന്നുള്ളതും നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. സോ ദാറ്റ്സ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പഞ്ചാബ് എഫ് സിയുടെ ഒരു വിഷയത്തിൽ ഒരു സീസൺ റിവ്യൂ എന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്ത് സനിയ.